ഹലോ മുത്തുമണീസ്, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര കേട്ടോ. വേറെ എവിടെയല്ല, നമ്മളെ പറശ്ശിനിക്കടവ് വിസ്മയിലാണ്. അപ്പോൾ മുന്നേ തീരുമാനിച്ചാണ് കുടുംബശ്രീയുടെ പെർമിഷൻ എടുത്തിട്ട് പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ട് വിസ്മയിൽ പോകാൻ. പക്ഷെ ഞാനില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത് നമ്മളെല്ലാവരും കണ്ട സ്ഥലം കൂടിയാണ്. പിന്നെ നിവിട്ടിൻ്റെ ഒറ്റ വാശിക്കാന്ന് രാവിലെ തൊട്ട് കരയാൻ തുടങ്ങിയതാണ്. പിന്നെ കയ്യിൽ ചെറിയൊരു പൈസയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. പിന്നെ എല്ലാം മറന്നൊന്ന് പോയി അടിച്ചു പൊളിക്കാൻ തന്നെ. ഒരുപാട് ആളുണ്ടാകുമ്പോൾ നല്ലൊരു ഇതല്ലേ. അങ്ങനെ വിസ്മയിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് പോരാതന്നെ വെക്കേഷനാണ്, എല്ലാ റിസൾട്ടും ഒക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. വിസ്മയ പാർക്കിൽ ഞാനിതിൽ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ. ഈ മാഗ്നറ്റിക് അടിപൊളിയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും കയറില്ല. അത്യാവശ്യം നല്ല പേടിയില്ല ഒരാളാണ് ഞാൻ. അത്യാവശ്യമല്ല, ആവശ്യത്തിലധികം. അങ്ങനെ ഞാൻ ചായ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ഫിൽറ്റർ ടീയും അതുകൂടാതെ ഒരു പപ്സും കഴിച്ചു. ഇത് കുട്ടികളെ റൈഡാണ്. അങ്ങനെ ഇവ കയറിയിട്ടാകുമ്പോൾ ഇവ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മെ എൻ്റെ വീഡിയോ എടുക്കണേന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ എല്ലാ റൈഡിലും നല്ല തിരക്കായതുകൊണ്ട് ഒരു ഇതൊന്നും അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവ ഇവിടുന്ന് ഒരു ഇൻട്രോ പറഞ്ഞു കേട്ടോ, അതാണ് ഞാൻ ചിരിച്ചിന്. അങ്ങനെ നമ്മളെല്ലാ സെറ്റും ഉണ്ടായി. അങ്ങനെ 3Dയിൽ കയറി. പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല, മൊത്തം ഇരുട്ടാട്ടോ. പിന്നെ ഉച്ചക്ക് ചോറ് തിന്നു. നല്ല ചോറാട്ടോ, നമ്മളെ ഇതിൽ പാക്കേജിൽ തന്നെ വരുന്നതാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളത്തിലിറങ്ങിയത്. വെള്ളത്തിൽ നമ്മളിറങ്ങുമ്പോൾ ഞാനൊക്കെ ഫോൺ പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്തത്. ഫുൾ നനഞ്ഞിന്, ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇറങ്ങിന്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ നല്ലൊരു സാൻഡ്വിച്ച് കഴിച്ചു, ഒരു ചായയും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാൻഡ്വിച്ചിന്, സൂപ്പറായിരുന്നു. പിന്നെ നേരെ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളെ പകുതി ടീം ചെയ്തില്ല കേട്ടോ. പുതിയതായിട്ട് തുടങ്ങിയ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഭയങ്കര നഷ്ടമായി. ഇനി നനയാൻ പറ്റില്ല വെച്ച് വെറുതെ നോക്കി അങ്ങനെ നിന്നു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം വിസ്മയിൽ പാർക്കിലെല്ലാം വരും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയണം കേട്ടോ. നിവി വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നനച്ചെടുത്തിട്ട് പോയി കളിച്ചു. ഇവക്കത് പറ്റിയില്ല. അപ്പോൾ ഇവക്ക് ഭയങ്കര കുശുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മീനിൽ കയറാന്ന്. മീനിൽ മൊത്തം റൗണ്ട് അടിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനും നിവി വേഗം ഡ്രസ്സ് ചെയ്ത് ഓനും വന്നിന് കേട്ടോ. ഇങ്ങനെ നമ്മൾ മീനിൽ കയറി ഏകദേശം ഒരുവിധം വിസ്മയുടെ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ ആ മീനിൽ കയറി കഴിഞ്ഞാൽ പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ ഭാഗവും ഇങ്ങനെയൊക്കെയാണെന്ന് ഒറ്റ റൗണ്ട് ചെയ്യൽ, പക്ഷെ നല്ല ഇതാണ്. അങ്ങനെ അതും കയറി ആഗ്രഹങ്ങൾ സാധിച്ചു. പിന്നെയെന്ന് വെച്ചാൽ നമ്മളതിൽ കയറി പോകുമ്പോൾ പൂളിൻ്റെ വലിപ്പം അതിൽ കളിക്കുന്നതെല്ലാം കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും